ജനങ്ങൾ വിളിക്കുന്ന പേരാ ഇമാം മഹ്ദി. ഒറിജിനൽ പേര് മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. തങ്ങൾ പറഞ്ഞു ഇസ്മി ഇസ്മുഹു, എൻ്റെ പേര് തന്നെയാണ് അവരുടെ പേര്, എൻ്റെ ഉപ്പാന്റെ പേരാണ് അവരുടെ ഉപ്പാന്റെ പേര്, അതാണ് പേര്. മറ്റേത് ആളുകൾ വിളിക്കുന്ന പേരാണ് ഇമാം മഹ്ദി എന്ന്. ആ വലിയ ഇമാം, എത്രയാണ് ആ ഇമാമിന്റെ അംഗീകാരം നോക്ക് നിങ്ങൾ. മസീഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം സുബഹിക്ക് ഭൂമിയിൽ വന്നിറങ്ങുമ്പോൾ മസ്ജിദുൽ അഖ്സയിൽ വാങ്ക് കൊടുത്ത് തീരുന്ന നേരത്ത് ജനങ്ങൾ വന്നിട്ട് മഹ്ദി ഇമാമിനോടും അവിടെയുള്ള ആളുകളോടും പറയും ഈസാ നബി അലൈഹി സ്വലാം എത്തിയിട്ടുണ്ട്, ദാ ഡമസ്കസിലെ വെള്ള വിനാരത്തിലൂടെ താഴോട്ട് വന്നിട്ടുണ്ട്, മലക്കുകളുടെ സംരക്ഷണത്തിനായി ഭൂമിയിൽ എത്തിയിട്ടുണ്ട്. മഹ്ദി ഇമാമിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കാൻ പോകും. സ്വീകരിച്ച ആദ്യമായി ഈസാ നബി അലൈഹി സ്വലാമിന്റെ മസ്ജിദുൽ അഖ്സയിലേക്കാണ് സുബഹി നിസ്കാരത്തിൽ. ഇഖാമത്ത് കൊടുക്കും. ഈസാ നബി അലൈഹി സ്വലാം പറയും ഒന്ന് ഇമാമായി നിന്നാൽ, നിങ്ങളൊന്ന് ഇമാമായി നിൽക്കണം എന്ന് പറയുമ്പോൾ ഇമാം മഹ്ദിയെയാണ് ഈസാ നബി അലൈഹി സ്വലാം മുന്തിക്കുന്നത്, നിങ്ങൾ തന്നെ ഇമാമായി നിൽക്കുക. ഇമാം മഹ്ദി റളിയല്ലാഹുവിന്റെ കീഴിൽ നിന്നിട്ടാണ് സുബഹി നിസ്കാരം ആദ്യമായി നിർവഹിക്കുന്നത്. ചെറിയ ബഹുമതിയാണോ സഹോദരങ്ങളെ അത്? അവരെ കാണാനൊക്കെ നമ്മളുണ്ടാകുമോ അറിയില്ല. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അത്ര ദീർഘായുസ്സൊന്നും നമുക്ക് ഉണ്ടാകുമെന്നറിയില്ല. ഏതായാലും വല്ലാത്തൊരു അനുഭവമായിരിക്കും അന്ന് ഭൂമിയിൽ. ഏറ്റവും നല്ല ഖൈറുള്ള കാലമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. സുദീർഘമായി ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഇമാം മഹ്ദി റളിയല്ലാഹുവിന്റെ വരവിനെ കുറിച്ച്. നല്ല സന്തോഷമുള്ള കാലാണ്. ഇരിക്കട്ടെ, അത്രയും മക്കൾ നീണ്ടു നിൽക്കുന്ന സന്താന പരമ്പര ലോകത്തുണ്ട്. സയ്യിദന്മാരൊക്കെ മുറിഞ്ഞുപോയി, അവരൊന്നും ഇനി ഇല്ലാന്നൊക്കെ വാദിക്കുന്ന ആൾക്കാരുണ്ട്. നന്നായി പഠിച്ചാൽ മതി, അള്ളാഹു ഇൽമ ഏറ്റി കൊടുക്കട്ടെ. നമുക്ക് അത്രയും അതിൽ പറയാനുള്ളൂ, വേറൊന്നും പറയാനൊന്നുമില്ല. അള്ളാഹു അവർക്ക് ഹിദായത്ത് ഏറ്റി കൊടുക്കട്ടെ. പഠിക്കാത്തതിന്റെ കുറവായിരിക്കും, അല്ല എന്ത് പറയാനാ. നേർക്കേറെ പഠിച്ചാൽ അങ്ങനെ പറയില്ലല്ലോ. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായതോടുകൂടി ആ പരമ്പര മുറിഞ്ഞു? ഇല്ല, മുറിഞ്ഞിട്ടില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദാകുമ്പോ അവിടുത്തെ മക്കളിൽ ടെന്റിൽ വിശ്രമിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ബാപ്പാന്റെ പേരെന്നെ മോനിട്ടതാണ്, ഉപ്പാനൊന്ന് അനുസ്മരിക്കാൻ വേണ്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു. അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എന്ന പേരിൽ വിശുദ്ധനായ മഹാൻ സന്താന പരമ്പരകളിലൂടെ വന്നിട്ടുണ്ട്. അത് നിലച്ചിട്ടില്ല. ശരിയായ നിലക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കാതോരം വിമർശിച്ചിട്ട് പോലും അള്ളാഹു വിട്ടിട്ടില്ല, വിടുകയില്ല. അള്ളാഹുവിന്റെ മഹബത്ത് അങ്ങനെയാണ്. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ചോദ്യം, സ്വന്തക്കാര് കുടുംബക്കാര് കല്ലെടുത്തെറിഞ്ഞിട്ടും കുടുംബക്കാരാണെങ്കിലും ശരി എന്റെ ഹബീബിനെ വിഷമിപ്പിച്ചോ, അവരെന്നേക്കുമായി അവസാനിപ്പിക്കാൻ അവിടുത്തെ സമ്മതമുണ്ടെങ്കിൽ അല്ലാഹു തആല അതിന് സമ്മതം തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടാന്നല്ലേ പറഞ്ഞത്? വിട്ടുവീഴ്ചയാണ് തങ്ങൾ ചെയ്തത്. കുടുംബത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ തങ്ങൾ അവധാനതയോടെ സഹനത്തോടെ തങ്ങൾ നേരിട്ടു, ക്ഷമാപൂർവം നേരിട്ടു. വിട്ടുവീഴ്ചയാണ് തങ്ങൾ അവർക്ക് നൽകിയത്. ലോകം എന്നും പഠിക്കുന്ന ചരിത്രത്തിൽ ഇപ്പോഴും അത് വലിയ മാതൃകയാണ്. കുടുംബക്കാരെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അക്രമം ചെറിയ അക്രമമല്ലല്ലോ, സഹിക്കാവുന്നതിലും അപ്പുറമാണ്. പക്ഷേ തങ്ങൾ അവിടെ വിട്ടുവീഴ്ചയുടെ മനോഭാവമാണ് സ്വീകരിച്ചത്. നമുക്കും ലോകത്ത് പഠിക്കാനുള്ളതും ചെയ്യാനുള്ളതും അതാണ്. കുടുംബക്കാരിൽ നിന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ എതിർപ്പ് വരുമ്പോ അത് ആളിക്കത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകരുത്. വിട്ടുവീഴ്ച ചെയ്തിട്ട് മാപ്പ് കൊടുത്തിട്ട് മസ്ലഹത്തിന് വേണ്ടി നന്നാകാനുള്ള ശ്രമം വേണം. അതിനത്രയും കട്ടിയാർന്ന ഈമാന് വേണം. കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാനിത് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം, അവർക്കൊക്കെ അനുഭവിച്ച വിഷമങ്ങൾ അത്രയും വലുതായിട്ടും മാപ്പ് കൊടുത്തെങ്കിൽ നമുക്കുള്ളത് എത്രയോ ചെറുതാണ്, നിസ്സാരമാണ്. പക്ഷേ നമ്മളത് പർവ്വതീകരിക്കുകയാണ്. ചെറിയൊരു കാര്യം അത് വികസിപ്പിച്ച് 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 പടലപ്പിണക്കങ്ങളാണ്. പിന്നെ അന്യോന്യം സഹകരണമല്ല, ഒന്നുമില്ല, ബന്ധമില്ല. മരിച്ചാൽ പോലും ചില ആളുകൾ വരൂല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത്രയും കടികട്ടിയുള്ള കുടില മനസ്സ്, വല്ലാത്ത മനസ്സാണത്. കുടുംബബന്ധം ശരിയായ നിലക്ക് കാത്തു സൂക്ഷിച്ചാൽ വല്ലാത്ത സുഖം അതുകൊണ്ട് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ദീർഘായുസ് വേണ്ട ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആർക്കാ ദീർഘായുസ് ആഗ്രഹമില്ലാത്തത്? കുറെ കാലം ഖൈറാത്ത് ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ആൾ ആരുണ്ടാവൂല. എല്ലാവരും അതിനെ മൂളുള്ളൂ. സാമ്പത്തികമായി നല്ല ഭദ്രത വേണമെന്ന് ആഗ്രഹിക്കാത്ത ലോകത്താരാ? എല്ലാവർക്കും വേണത് ബറക്കത്ത് വേണം.
സാമ്പത്തികമായ ഭദ്രത കൊണ്ട് ഉദ്ദേശിച്ചത് ആ ബർക്കത്താണ്. ചെറുതാണെങ്കിലും ബർക്കത്തുള്ള ജീവിതം, വലുതാണെങ്കിലും ബർക്കത്തുള്ള ജീവിതം. ഇഷ്ടം പോലെ ഉണ്ടായിട്ട് കാര്യമല്ലോ ബർക്കത്തില്ലായിരുന്നാൽ. കുറച്ചാണെങ്കിലും ബർക്കത്തുണ്ടായാൽ മതിയല്ലോ, ധാരാളല്ലേ. അത് രണ്ടും തങ്ങൾ അതിന് കാര്യമായി പറഞ്ഞൊരു പോംവഴി, ഫല്യസിൽ റഹിമ, കുടുംബ ബന്ധം പുലർത്തണം. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസരിഹി ഫല്യസിൽ റഹിമ. കുടുംബ വിശാലത, സാമ്പത്തിക പുരോഗതി ഉദ്ദേശിക്കുന്ന ആളുകൾ അവർ കുടുംബ ബന്ധം പുലർത്തണം. അതുപോലെ തന്നെ അവർ ദീർഘായുസ് ഉദ്ദേശിക്കുന്നുണ്ടോ, കുടുംബ ബന്ധം പുലർത്തണം. കുടുംബ ബന്ധം എങ്ങനെയാ പുലർത്തേണ്ടത്? ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പഠിപ്പിച്ചു. സിലത്തുർ റഹ്മ എന്ന് പറഞ്ഞാൽ കുടുംബക്കാർക്ക് സേവനം ചെയ്യണം. അവരുടെ ഗ്രേഡ് അനുസരിച്ച്, ബന്ധം പുലർത്തുന്ന ആളുകളുടെ ബന്ധത്തിനനുസരിച്ച് സേവനം ചെയ്യണം. ചിലപ്പോൾ ഫതാറത്തൻ യകൂനു ബിൽമാൽ, ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമ്പത്ത് കൊണ്ടായിരിക്കും ആ സേവനം. കൊടുക്കണം. കാരണം കൊടുക്കാനും ഏറ്റവും നല്ലോണം കൽപ്പിച്ചതും കൊടുക്കാനും ഏറ്റവും നല്ലോണം പ്രതിഫലം കിട്ടുന്നതും ആർക്കാ? കുടുംബക്കാർക്കാണ്. പക്ഷെ അതിന് തോന്നണ്ടേ, നമുക്ക് തോന്നണ്ടേ സഹോദരങ്ങളെ? കുടുംബക്കാർക്ക് കൊടുക്കുന്നിടത്തൊരു പിശുക്കാണ്. ബാക്കി ഏത് റിലീഫിനും ഏത് വിഷയത്തിനും നന്നായി കൊടുത്തേക്കാം. കഷ്ടപ്പെടുന്ന ഒരാൾ സ്വന്തം സഹോദരനായിട്ടുണ്ട്, വിഷമുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അറിഞ്ഞാലും അതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അങ്ങനെ ആയിക്കോളും. അത് നമ്മളെ അടുത്തുള്ളതോ ഒന്ന് ചോദിക്കെങ്കിലും ചെയ്യേണ്ട, മനസ്സിൻ്റെ ഒരു സമാധാനത്തിന്. എന്ത് വേണമെങ്കിലും എന്നെ വിളിച്ചോളിട്ടോ, ഞാൻ നിങ്ങളൊരു ചോരയാണ്, എന്തും തരും, അങ്ങനെ പറയാൻ ഊക്കുള്ളവരുണ്ടോ? നല്ല ആഫിയത്തുള്ള ആയുസ് അല്ലാഹു തആല തരും. ആമീൻ പറഞ്ഞാൽ പോലെ ചെയ്യണം. ജ്യേഷ്ഠനും അനുജനും പെങ്ങളും ചോദിക്കുമ്പോൾ കൊടുക്കണം. കൊടുക്കാനാണ് അല്ലാഹു തആല തന്നത്. പിന്നെന്തിനാ കുറെ അങ്ങനെ കൂട്ടി വെച്ചിട്ട് പരസ്യം ചെയ്തിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? പക്ഷെ കൊടുക്കാൻ തോന്നണ്ടേ? കൊടുക്കുന്നിടത്ത് തന്നെ കൊടുക്കാൻ വേണ്ടി പോയാൽ ശൈത്താന് വല്ലാതെ പിന്തിരിപ്പിക്കുന്ന ഒരു കൊടുതിയാണ് കുടുംബത്തിനുള്ള കൊടുതീത. കുടുംബത്തിന് എന്തെങ്കിലും കൊടുക്കാൻ പോകുമ്പോൾ അത്ര കണ്ട് ശൈത്താൻ പിന്തിരിപ്പിക്കുന്ന ഒരു ശൈലി വേറല്ല. ഇയാളൊരു കല്യാണത്തിനാ പോയത്, പെങ്ങളെ കുട്ടീൻ്റെ കല്യാണത്തിന്. അപ്പൊ ഇയാൾ അവിടെ ഇങ്ങനെ ഇരുന്നു, കല്യാണപ്പന്തല്ലേ, ഇയാൾ കുറെ നേരം ഇരിക്കണ്ടല്ലോ, കുടുംബക്കാരനല്ലേ, സ്വന്തം സഹോദരിയുടെ മകളെ കല്യാണല്ലേ. അപ്പൊ ഇയാളടുത്ത് കൊടുക്കണമെന്നുണ്ട്, നല്ലൊരു സംഖ്യ കൊടുത്ത് സഹായിക്കണമെന്നുണ്ട്. ഒന്നിന്റെ പേരിലും അല്ല, സ്വന്തം രക്താണ്. ആ കുട്ടിയെ തൊട്ടാൽ ഒളു മുറിയാത്ത ബന്ധാണ് ഈ ഇരിക്കുന്ന ആൾക്കുള്ളത്. അത്രയും വലിയ ബന്ധാണ്. അതിലപ്പുറം വലിയ ബന്ധം എന്താ വേണ്ടത്? പക്ഷെ അയാൾ അവിടെ ഇരുന്നപ്പോ പലരും സഹായത്തിന്റെ ലെക്കോട്ട് കവർ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ കവറിന്റെ എണ്ണം കൂടി കണ്ടപ്പോ ഇയാളെ മനസ്സിൽ ശൈത്താൻ ഒരു മന്ത്രം, കൊണ്ടുവന്നത് അത്ര കൊടുക്കണ്ട കേട്ടോ, കുറെ കിട്ടിയിട്ടുണ്ട്, തോനെ കൊടുത്താൽ ഓവറായാലോ. മനസ്സിൽ ശൈത്താൻ മന്ത്രിപ്പിച്ചു. കൊണ്ടുവന്നത് എത്രയുള്ളതാകെ? ആകെയുള്ള 25,000. അതെന്നെ കുറച്ചേ ഉള്ളൂ. 25,000 ഇപ്പോഴത്തെ കണക്ക് നോക്കി. 25,000 എന്താ കിട്ടുക സഹോദരങ്ങളെ? ഒരു സൂപ്പർ മാർക്കറ്റ് പോയി 4 സാധനം വാങ്ങിയ 25,000 മതിയാവൂല. 25,000 ആകെ കൊണ്ടുവന്നത്. ശൈത്താൻ പറഞ്ഞു അത്ര കൊടുക്കണ്ട, കുറച്ചേക്ക്, ഒരു 15 10 ഒക്കെ മതി. എന്താ കാരണോ? ആ കവർ ഇങ്ങനെ കൂനം കുനേക്കുന്നു. ആ കവറിൽ എത്ര ഉള്ളത് ഇയാൾ കണ്ടോ? ചിലപ്പോൾ 100 200 ആയിരിക്കും ആകെ ഉണ്ടാകുക. അത് ആ വാടക സാധനത്തിനുള്ള വില കൊടുക്കാൻ തന്നെ ഉണ്ടാവില്ല. അതൊന്നും മാനിക്കരുത്. നീ ഒറ്റൊരു കാര്യം ചിന്തിക്കാവൂ, ഇതെന്റെ കുടുംബാണ്, എന്റെ രക്തബന്ധമാണ്. സർവ്വ പിശാചുക്കളെയും മലർത്തിയടിച്ച് ഫുള്ളം കൊടുത്തേക്കണം നീ കൊണ്ടുവന്നത്. അതിൽ നിന്ന് കുറക്കണ്ട. കൊടുക്കാനുള്ളൊരു മനസ്സവിടെ വേണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കാൻ ഏറ്റവും കൂടുതൽ കൊടുത്തത് ആർക്കാ? കുടുംബത്തിനാ. ഏറ്റവും അധികം തങ്ങൾ കൊടുത്ത കുടുംബത്തിനാണ്. പക്ഷെ അനന്തര സ്വത്ത് തങ്ങളുടെ കുടുംബത്തിന് സ്വീകരിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതെന്ന് മാത്രമല്ല, അംബിയാഇന്റെ അനന്തര സ്വത്ത് അത് ദീനിനുള്ളതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അബ്ബാസ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന കുടുംബക്കാര് അനന്തര സ്വത്തിന്റെ വിഷയം പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സമീപിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങൾ പറയുന്ന ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്, നഹ്നു മാശിറുൽ അംബിയാ ഇലാ നൂറസ്, ഞങ്ങൾ അംബിയാക്കൾ സമൂഹം, പ്രവാചകന്മാരുടെ സമൂഹം ഞങ്ങൾ അനന്തരമെടുക്കപ്പെടാൻ പറ്റൂല. മാ തറക്നാഹു സദഖാ,
ഞങ്ങൾ എന്ത് സമ്പത്തായിട്ട് മിച്ചമിടുന്നുണ്ടോ അത് അല്ലാഹുവിന്റെ ദീനിനുള്ള സ്വതക്കയാണ്, ധർമ്മമാണ്. അതുകൊണ്ട് തരാൻ പറ്റൂല, നിങ്ങൾ പോയിക്കൊള്ളൂ. ജീവിതകാലത്ത് തങ്ങൾ കൊടുത്തതിൽ ഏറ്റവും അധികം കൊടുത്തത് കുടുംബക്കാർക്കല്ലേ. ആ വീട്ടിൽ നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഹദിയ വന്നാൽ ആ ഹദിയകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിതരണം ചെയ്യുമ്പോൾ കാര്യമായി പരിഗണിച്ചിരുന്നു. അവിടുത്തെ പോറ്റി വളർത്തിയ മുലയൂട്ടിയ മാതാക്കൾ, അവരെ തങ്ങൾ ഒരിക്കലും മറക്കാറില്ല. പരിപാലിച്ച ഉമ്മമാര്, അവരെ തങ്ങൾ വിട്ടുപോകാറില്ല. എന്നു മാത്രമല്ല, ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം ഖദീജ ബീവിയുടെ സഹോദരിയായ ഹാല ബീവിക്ക് ഇടക്കിടക്ക് നബി തങ്ങൾ ഹദിയ കൊടുത്തേക്കുമായിരുന്നു. ഭാര്യയുടെ സഹോദരി എന്നൊരു ബന്ധമാ സഹോദരങ്ങളെ ഉള്ളത്, അടുത്ത ബന്ധമല്ല. പക്ഷേ കുടുംബം എന്ന നിലക്കൊരു ബന്ധമുണ്ട്. അതുവരെ തങ്ങൾ പരിഗണിച്ചിരുന്നു, ചെറുതല്ല. അതുകൊണ്ട് ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചിലപ്പോൾ സമ്പത്ത് കൊടുത്തുകൊണ്ടായിരിക്കും, ചിലപ്പോ താറത്തൻ ബിൽ ഖിദ്മ, ചിലപ്പോൾ സേവനം ചെയ്തുകൊണ്ട് ബന്ധം പുലർത്തേണ്ടി വരും. ചിലപ്പോൾ ചില ബന്ധങ്ങളൊക്കെ സന്ദർശനം കൊണ്ട് മതിയാക്കാൻ പറ്റും, സലാം പറഞ്ഞും സന്ദർശിച്ചിട്ടൊക്കെ മതിയാക്കാൻ പറ്റും. അല്ലാത്ത രൂപങ്ങളൊക്കെ സ്വീകരിക്കുക. ബന്ധം നിലനിർത്തുന്ന മാർഗങ്ങൾ പറഞ്ഞതാണ് സിലത്തുർ റഹിം. കുടുംബ ബന്ധം പുലർത്തുക, നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സേവനം ചെയ്യാം. പ്രധാനമായിട്ടും അങ്ങനെ. അല്ലാഹു തആല നമ്മോട് പറഞ്ഞില്ലേ, അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്. അല്ലാഹു നിനക്ക് ഒരുപാട് തന്നില്ലേ, അതുപോലെ നീ മറ്റുള്ളവർക്കും സേവനം ചെയ്യണം, ഗുണം ചെയ്യണം. ഒന്നുകൂടി വിശദമായിട്ട് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊതുവായിട്ടും പ്രത്യേകിച്ചും പുലർത്തപ്പെടുന്ന ബന്ധങ്ങളുണ്ട്. പൊതുവായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ റഹ്മുദ്ദീൻ, ദീനിന്റെ ബന്ധമാണ്. അത് വിശ്വാസികളായ എല്ലാ ആളുകൾക്കും കൊടുക്കേണ്ട സ്നേഹബന്ധമാണ്. അതേ സമയത്ത് പ്രത്യേകിച്ചുള്ള ബന്ധമുണ്ടല്ലോ, അത് സ്വന്തം കുടുംബക്കാരെന്ന നിലക്ക് അവരോടുള്ള സ്നേഹവായ്പകളെ കൊണ്ട് ഉണ്ടായിത്തീരുന്ന ബന്ധമാണ്. അത് കുടുംബക്കാർക്ക് വേണ്ട ചെലവുകൾ കൊടുക്കണം, അവരുടെ അവസ്ഥകളൊക്കെ അന്വേഷിക്കണം. എന്തെങ്കിലും അവരിൽ നിന്ന് സല്ലത്തുകൾ ഉണ്ടായാൽ വിട്ടുവീഴ്ച ചെയ്തിട്ട് അത് മനസ്സിൽ നിന്ന് എടുത്തു കളയണം. അതും കൂടെ പറഞ്ഞു. ഖുർത്തുബി ഇമാം എണ്ണിയപ്പോൾ അതും പറഞ്ഞു, വത്തഗാഫുലു അൻ സല്ലാത്തിഹിം. കുടുംബക്കാരിൽ നിന്ന് വരുന്ന പോരായ്മകള് അത് നമ്മൾ പ്രശ്നമാക്കണ്ട, വിട്ടേക്ക്, പുറത്തു കൊടുത്തേക്ക്. അവിടെയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തുള്ള ഏറ്റവും വലിയ നമുക്ക് മാതൃകയാകുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ വന്ന വല്ലാത്തൊരു സങ്കടമാണത്. അത്തരത്തിലൊരു സങ്കടാവസ്ഥ നമുക്കാർക്കും സംഭവിച്ചിട്ടുണ്ടാകൂല. എന്നിട്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച സമീപനം നമ്മൾ പഠിക്കണം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടില് സ്വന്തം ചെലവിൽ കഴിയുന്ന സ്വന്തം ഉമ്മയുടെ സഹോദരിയുടെ പുത്രനാണ് മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു. ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. ബദരീങ്ങളെ പേരെണ്ണുമ്പോൾ നമ്മൾ എണ്ണാറുണ്ടല്ലോ മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹുവിനെ. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് മുനാഫിക്കുകൾ ഉണ്ടാക്കിയ ആ അപവാദ പ്രചരണത്തിൽ കുടുങ്ങി ഈ സ്വഹാബി വരെയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കുടുംബക്കാരൻ, സ്വന്തം ഉമ്മാന്റെ സഹോദരിയുടെ പുത്രൻ. എങ്ങനെ കുടുങ്ങി? മുനാഫിക്കുകൾ ഈ വിഷയം പറയുമ്പോൾ അത് കേട്ട് ചിരിച്ചുപോയി. ചിരിച്ചാൽ മതി, അത് ശരി. നിങ്ങൾ വിചാരിക്കണം പറയണ്ട, എഴുതൊന്നും വേണ്ട, മെസ്സേജായി വിടൊന്നും വേണ്ട, അതൊക്കെ കുറച്ചുകൂടി അപ്പുറാണ്. ഒരാൾ പറയുന്ന വിഷയം കേട്ട് ചിരിച്ചു കൊടുത്താൽ മതി, എന്നാ പറഞ്ഞ ആൾ അതേ ലെവലിൽ ഇപ്പുറത്തുണ്ടാവും. മാറ്റൊന്നുമില്ല, ശിക്ഷ അങ്ങനെ. ഹദ് കിട്ടിയല്ല, ഇവർക്കും കിട്ടിയല്ല ഹദ്. ചിരിച്ച മഹാനായ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനും ഹദ്ദടിച്ചു. ബദരീങ്ങൾ എന്ന സ്ഥാനത്തിനത് കുറവാകൂല. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനും ഹദ് കിട്ടിയിട്ടുണ്ട്. അത് സാധാരണ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെ പറയും പോലെ കിട്ടുന്ന ഹദ്ദല്ല. വ്യഭിചാരോപണത്തിന് ഖുർആൻ പഠിപ്പിച്ചല്ലോ 80 അടിയെന്ന്. പക്ഷേ ഇവിടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട പ്രധാനിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റിയായതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് എന്ന് അല്ലാഹു ഖുർആനിലൂടെ ആയത്തിറക്കിയപ്പോ ഇവർക്ക് അടി കിട്ടി 160 അടിയാണ്. 80 അല്ല, അതിന്റെ ഇരട്ടിയാണ്. ആ മിസ്തഹ് റളിയല്ലാഹു അൻഹു ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന്
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിരപരാധിത്വം അല്ലാഹു തആല ബോധ്യപ്പെടുത്തിയതിനു ശേഷം സിദ്ദീഖ് തങ്ങൾക്ക് വിവരം കിട്ടുമ്പോ മനസ്സിലെ സങ്കടം എത്രയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു ചെലവ് കൊടുക്കുന്നത്. സ്വന്തം വീടില്ല, സിദ്ദീഖ് തങ്ങളെ വീട്ടിലാണ് അവരും ഉമ്മയും കഴിഞ്ഞുകൂടുന്നത്. മനസ്സിലെ വിഷമത്തിന് കണക്കുണ്ടോ? ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ 40 ദിവസം കഴിഞ്ഞിട്ടല്ലേ വഹി ഇറങ്ങിയത്. എത്ര വലിയ സങ്കടമാണ് സ്വഹാബത്തിന്റെ ഇടയിൽ നിലനിന്നത്. മുനാഫിഖുകളെ കൊണ്ടുണ്ടായ ഒരു എടങ്ങേറ്, ആ എടങ്ങേറിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കുടുംബവും റാഹത്തോടെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം കിട്ടി മുന്നേറുമ്പോ സ്വന്തം ഉമ്മാന്റെ സഹോദരൻ ഉമ്മായുടെ സഹോദരിയുടെ മകൻ ഈ വിഷയത്തിൽ കുടുങ്ങി എന്നുള്ള വർത്തമാനം സിദ്ദീഖ് തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളും ഉമ്മയും വീട്ടിൽ നിന്ന് പോകണം, ഇവിടെ ഇനി നിങ്ങൾ താമസിക്കണ്ട. സൗജന്യ താമസവും ഭക്ഷണവും ചെലവൊക്കെ തന്നിട്ട് സ്വന്തക്കാരായി നിന്നിട്ട് നിങ്ങൾ നമുക്ക് പണി തന്നല്ലോ, നിങ്ങൾ വീട്ടിൽ നിന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞു. രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവരങ്ങനെ പോകുന്ന സമയത്താണ് അള്ളാഹുവിന്റെ ചോദ്യം വന്നത്. ആ ചോദ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അല്ലാഹു തആല പറയുന്നുണ്ട്, സിദ്ദീഖേ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരുന്നത് ഇഷ്ടമല്ലയോ? അതേ നബിയെ, ഇഷ്ടമാണ്. എന്നാ കുടുംബക്കാരന് മാപ്പ് കൊടുക്കൂ. മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനും മാതാവിനും മാപ്പ് കൊടുക്കൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത്ത് കേട്ടു. സൂറത്തുൻ നൂറിലെ ആയത്ത് കേട്ടപ്പോൾ ശങ്കിച്ച് നിൽക്കാതെ ഉടനെ പറഞ്ഞു, ബലാ ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അല്ലാഹു എനിക്ക് മാപ്പ് തരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. വേഗം പോയിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയ നേരത്തെ പോകാൻ വേണ്ടി പറഞ്ഞ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെയും മാതാവിനെയും ഒരു ദിവസത്തിന്റെ കണക്കെത്തിയിട്ടില്ല, ഒരു മണിക്കൂറിന്റെ സമയമായിട്ടില്ല. പോകുന്ന വഴിയിൽ നിന്ന് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു, പൊരുത്തപ്പെട്ടിരിക്കുന്നു, നിങ്ങളെ ചെലവിന് ഞാൻ ഒഴിവാക്കൂല. അല്ലാഹു തആല ഖുർആനിൽ ഇറക്കിയ ഒരൊറ്റ ആയത്ത് കൊണ്ടല്ലേ സിദ്ദീഖ് തങ്ങൾ അത് സ്വീകരിക്കുന്നത്. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്സഅ അയ്യുതു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹി വൽഅഫു വൽഅസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നല്ല സാമ്പത്തിക സ്രോതസ്സുള്ള ആളുകൾ, വലിയ മഹത്വമുള്ള ആളുകൾ ഇനി കുടുംബക്കാർക്ക് കൊടുക്കൂല. അവരങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് സത്യം ചെയ്യരുത്. അവര് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. മനസ്സിൽ നിന്ന് ആ വിഷയം പാടെ എടുത്തു മാറ്റിക്കളയണം. ഒരു കറ പോലും വെക്കരുത്. വല്യ ആഫു എന്ന് പറഞ്ഞതിന്റെ ഉടനെ അള്ളാഹു വല്യ അസ്ഫഹു എന്നും കൂടി പറഞ്ഞില്ലേ. ഇതിനാ രണ്ടും പറഞ്ഞ രണ്ടും ഒന്നല്ല. വല്യ ആഫു വിട്ടുവീഴ്ച, മാപ്പ് കൊടുക്കണം. വല്യ അസ്ഫഹു മനസ്സിൽ നിന്ന് ആ വിഷയം എടുത്തു മാറ്റിക്കളയാ. പിന്നെ മനസ്സിൽ അതിങ്ങനെ തികട്ടി വരുമ്പോ വീണ്ടും ആലോചന വരൂലേ, മനസ്സിൽ നിന്ന് മാറ്റിക്കളയാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാപ്പ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നവരെ വീട്ടിൽ കൊണ്ടുവന്നു. ഇനി നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. പൊരുത്തപ്പെട്ടു കൊടുത്തു. ആ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു സഹോദരൻ നിങ്ങളെ വീട്ടിൽ തന്നെ താമസിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ വല്ല ശബ്ദവും ഉയർത്തിയാൽ, ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിന് സഹായിച്ചാൽ, നിങ്ങൾക്കെതിരായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സഹിക്കണേന് എത്ര വലിയ വിഷമമുള്ളൊരു കാര്യമാണത്. ഇതും ചെറിയൊരു കാര്യമല്ല. സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പെട്ടൊരു മഹദിയെ പറ്റി പറഞ്ഞു നടന്നിട്ടൊന്നുമില്ല. മുനാഫിക്കുകൾ പറയുമ്പോൾ ചിരിച്ചിട്ടേ ഉള്ളൂ, ചിരിക്കാനും പാടില്ല. അങ്ങനെയാണ്. ഒരാൾ ഗീബത്ത് പറയുമ്പോൾ മറ്റാളത് കേട്ട് ചിരിച്ചാളും പറഞ്ഞാളെ പോലെ തന്നെയാണ്, മാറ്റൊന്നുമില്ലതിൽ. അത് ശരി, പറഞ്ഞോളന്നില്ല, ചിരിച്ചാ മതി. ഇയാൾക്ക് സമ്മതം ഉണ്ടായിട്ടല്ല അയാൾ ചിരിച്ച്, അല്ലെ ഇയാൾക്ക് എതിർത്താ പോരുന്നില്ലേ? എന്റെ എതിർക്കാതിരുന്ന് നിങ്ങളാ പറഞ്ഞ് ശരിയല്ല എന്ന് പറഞ്ഞാൽ പോരുന്നില്ലേ? ചിരിച്ചാ അതിന്റെ അംഗീകാരം എന്നല്ലേ ഇതിന്റെ അർത്ഥം. കേട്ടിരുന്നാലും അങ്ങനെ തന്നെയല്ലേ. ഒരാളിങ്ങനെ പറയുന്നുണ്ട്, നോമ്പൊക്കല്ലേ, ടൈമൊക്കെ പോകണ്ടേ, മറ്റാളെങ്ങനെ കേട്ടിരുന്നാലും അങ്ങനെ തന്നെ. അൽ മുഖ്താബു അൽ മുസ്തമിയു ശരീക്കാനി ഫിൽ ഇസ്ം. പറയുന്നവനും കേൾക്കുന്നവനും കുറ്റത്തിൽ ഒരുപോലെയാണ്, മാറ്റല്ല. രണ്ടുപേർക്കും ഒരേ കുറ്റമാണ്, ഒരേ ശിക്ഷയാണ്.
ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയും നീ കേട്ടില്ല, എന്തിനാ കേട്ടത്, എനിക്കവിടെ പോയിക്കൂടായിരുന്നില്ലേ? ഞാൻ ചിരിച്ചിട്ടേ ഉള്ളൂ, എന്തിനാ ചിരിച്ച? ആ ചിരിയുടെ അംഗീകാരമല്ലേ, സമ്മതല്ലേ? ഇരിക്കാൻ പാടില്ലല്ലോ, ആവശ്യമുള്ളതിനല്ലേ ചിരിക്കല്. ഗീബത്തിനും ഇത്യാദി വിഷയങ്ങൾക്കൊക്കെ ചിരിച്ചു കൊടുക്കല. സഹോദരങ്ങളെ, അത്തരത്തിൽ കറയേൽക്കുന്ന വിഷമേൽക്കുന്ന ഒരു വിഷയം വന്നിട്ടും മാപ്പ് കൊടുത്തൂടെ എന്ന് അല്ലാഹു തആല ചോദിക്കുമ്പോഴേക്ക് മാപ്പ് കൊടുത്തു. ഒരു ദിവസം പോലും മാറ്റി താമസിച്ചിട്ടില്ല. നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അതാ. അവരിൽ നിന്നുണ്ടാകുന്ന ജല്ലത്തുകളൊക്കെ മാപ്പ് കൊടുത്തിട്ട്, പുറത്തു കൊടുത്തിട്ട്, വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിട്ട് നന്നാക്കാനുള്ള കഴിവ്. ദീർഘായുസ് ലഭിക്കും. ദീർഘായുസ് ലഭിക്കുന്നു വെറുതെ പറഞ്ഞതല്ല. അല്ലാഹു തആല കണക്കാക്കുന്ന ആയുസ്സിലെ വലിയൊരു കണക്കെങ്ങനെയാണ്? ആയുസിന്റെ വലുപ്പം കൂടുന്നത് കുടുംബത്തിനുള്ള ബന്ധങ്ങളും സഹായങ്ങളും കൂടുമ്പോഴാണ്. യഥാർത്ഥത്തിൽ അറ്റുപോയ ബന്ധങ്ങളെ ചേർക്കാനാണ് കഴിവ് വേണ്ടത്. അതാണ് യഥാർത്ഥത്തിലുള്ള ബന്ധം. എത്ര ഇങ്ങോട്ട് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നല്ല ബന്ധവുമായി അങ്ങോട്ട് ചെന്ന് വീണ്ടും സംസാരിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും മാപ്പ് പറഞ്ഞു കൊടുക്കുകയും സാരമില്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞു, ശരി, ഞാനത് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നല്ല മനസ്സോടെ വീണ്ടും സമീപനം നന്നാക്കുകയും ചെയ്യുന്ന ശൈലി, അതാണ് ഏറ്റവും നല്ല കുടുംബ ബന്ധം പുലർത്തുന്ന ആള്. ലൈസൽ വാസിലു ബിൽ മുകാഫി, തന്നതിന് പകരം കൊടുക്കുന്ന ആളല്ല യഥാർത്ഥ ബന്ധു. ഇങ്ങോട്ട് വീട് കൂടലിനെ ആള് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ചെയറും 4 കസേരയും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങോട്ടും കൊണ്ടുപോയി കൊടുക്കണം ഒരു ചെയറും 4 കസേരയും. ഒരു കട്ടിൽ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്, അങ്ങോട്ടും ഒരു കട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. ഒരു ഫ്രിഡ്ജ് കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങോട്ടും ഒരു ഫ്രിഡ്ജ് കൊണ്ടുപോയി കൊടുക്കണം. കൊണ്ടുപോയി കൊടുക്കണ്ട എന്നല്ല, കൊടുക്കുന്നത് നല്ലതാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. യഥാർത്ഥ ബന്ധു എന്ന് പറയുന്നത് ഇതല്ല. വലാകിന്നൽ വാസിൽ അല്ലദീ ഇദാ ഖുതിഅത് റഹിമുഹു വസലഹാ, ബന്ധം മുറിയുമ്പോ അത് ചേർക്കുന്നവരാണ് യഥാർത്ഥ ബന്ധു. അറ്റുപോകുന്ന ബന്ധങ്ങൾ ദീർഘായുസോടെ നീളാൻ പാടില്ല. ഒരു ദിവസം പോലും പിണക്കത്തോടെ മുന്നോട്ട് പോകാൻ പാടില്ല. അത് ചേർക്കുന്നവരാണ് യഥാർത്ഥ ബന്ധു. സഹോദരങ്ങളെ, ദുനിയാവില് ബറക്കത്ത് ലഭിക്കുമെന്ന് മാത്രമല്ല, ദീർഘായുസിനും കാരണമല്ലേ നല്ല ബന്ധം പുലർത്തുന്നത്. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം? ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സവിധത്തിൽ ഒരിക്കലും മലക്ക് വന്നിട്ട് ഒരാളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ദാവൂദ് നബിയെ, ആ പോകുന്ന ആൾക്ക് ഇനി ദുനിയാവിൽ 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ അയാൾ ആഖിറത്തിലേക്ക് പോകാനുള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷവും ആ മനുഷ്യനെ കണ്ടപ്പോ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ഇത് പറഞ്ഞ മലക്ക് പിന്നെ വന്നപ്പോ ചോദിച്ചു, മലക്കിനോട് ദാവൂദ് നബി ചോദിച്ചു, അല്ല, 6 ദിവസം എന്ന് നിങ്ങൾ ആയുസ് പറഞ്ഞൊരാളെ ഇന്നലെയും ഞാൻ കണ്ടല്ലോ, വർഷങ്ങളെത്ര കഴിഞ്ഞു? ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് മലക്കിന്റെ മറുപടി, ഞാൻ അന്ന് 6 ദിവസം എന്ന് അല്ലാഹു നിശ്ചയം പറഞ്ഞതാണ്. ആ 6 ദിവസം കഴിഞ്ഞിട്ട് അയാള് പോകാനുള്ള ആള് അതിനിടക്ക് നല്ലൊരു ബന്ധം ചേർത്തപ്പോ അല്ലാഹു 20 കൊല്ലത്തെ ആയുസ് കൂടി കൂട്ടിക്കൊടുത്തു. അങ്ങനെ ദീർഘായുസ്. പക്ഷെ അത് ചെയ്യാനും കൊടുക്കാനും മനസ്സങ്ങോട്ട് തോന്നണം. മനസ്സല്ല നന്നാക്കി തരട്ടെ. ആ മർക്കടമുഷ്ടി മാറണം എന്നർത്ഥം. ഇത് റമദാനായാലും വിട്ടുവീഴ്ച ചെയ്യൂല, ഹജ്ജിന് പോകുകയാണെങ്കിലും വിട്ടുവീഴ്ച ചെയ്യൂല. ചിലരൊക്കെ ധൈര്യത്തോടെ പറയും, അവനങ്ങനെ ചെയ്തില്ലേ, നമുക്ക് ആഖിറത്തുനിന്ന് കാണാം. ഇയാൾ ആഖിറക്ക് റെഡിയാക്കി ചിക്കാണ്, മറ്റേ ആൾ ആഖിറത്തുനിന്ന് കാണാനായിട്ട്. നമുക്ക് ആഖിറത്തുനിന്ന് കാണാം, ആഖിറത്തുനിന്ന് അവനെ പിടിക്കാം. ആ എന്താ പറച്ചില്! അതിന് കേൾക്കുമ്പോൾ വിചാരിക്കും ഇയാൾ ആഖിറക്ക് റെഡിയാണ്. ഇനി മറ്റേ വന്നിട്ട് അതും കൂടി ഒന്ന് ആ വിഷയങ്ങൾ കൂടി ഒന്ന് തീർക്കാനേ ഉള്ളൂ. ഒക്കെ റെഡിയാണ്, ഈമാനിലും അമലിലും ഒക്കെ ആള് 100ക്ക് 100 ഒക്കെ റെഡിയാണ്. അവനാൻ്റെ ആഖിറന്ന് റെഡിയാക്കണ്ടേ? ആരാൻ്റെ ആഖിറത്തിന് കാത്തിക്കണമെങ്കിൽ അതങ്ങാ വിട്ടുവീഴ്ച ചെയ്ത് മാപ്പ് ചെയ്ത് കൊടുത്തു നോക്കി അല്ലാഹു തആല തരുന്നത് എത്രയാണ്. സ്വന്തം സഹോദരന്മാരോട് പിണങ്ങരുത്, പിണക്കണ്ട, മാറ്റിയേക്കണം. നാളെ തന്നെ തീർത്ത്, ഇന്ന് രാത്രി തീർത്തേക്കണം. രാവിലെ ആകുമ്പോഴേക്ക് ഉണ്ടാകുമെന്നറിയില്ല. പെട്ടെന്ന് മാപ്പാക്കിയേക്കണം. നിങ്ങളിൽ നിന്ന് പറ്റാത്തൊരു വിഷയത്തിന് സഹോദരൻ ചീത്ത പറഞ്ഞു, ചീത്ത തന്നെ പറഞ്ഞു, പറയണ്ടേന്നെ ചീത്ത, സഹോദരനായി എന്നുള്ള ബന്ധം കൊണ്ട് പറഞ്ഞാണ്. അടിക്കാണ് വേണ്ടത്, പക്ഷെ മാന്യതയുള്ളതുകൊണ്ട് ചീത്ത മാത്രം പറഞ്ഞാണ് നാട്ടിൽ എഴുതിയിട്ട്. പക്ഷെ പിന്നെ നിങ്ങൾക്ക് അവൻ കണ്ണിൽ കരട്. എന്തിനാണ് പറഞ്ഞത്?
നിന്റെ അടുക്കൽ പറ്റാത്തൊരു കാര്യം കണ്ടു, ദീനിൽ അത് പറ്റാത്തൊരു സംഗതിയാ, സ്വന്തം ചോരയല്ലേ എന്ന് കരുതിയിട്ടാണ് ഉപദേശിച്ചത്. പിന്നെ നിനക്ക് അവനെ എന്നും കാണാൻ പറ്റാത്ത ആളായി. ഓൻ വിളിച്ചാൽ പോകൂല. ഓൻ നിന്റെ വീട്ടിലേക്ക് വരുമ്പോഴേക്ക് നീ മറ്റേ വാതിലൂടെ അർജന്റുണ്ട് മറ്റേ ഭാഗത്തേക്ക് പോകും, അല്ല നീ നേരെ മൂത്രപ്പുരേ പോയിക്കും. മൂപ്പര് ഇവിടെ പോയിക്കണം, ഇപ്പൊ വരുമോന്ന് അറിയില്ല, ഞാൻ അവിടെ തന്നെ എത്തിക്കാഫിരിക്കുമെന്ന് അതും അറിയില്ല. അവിടെ ഉണ്ടായിട്ട് പോയെന്നല്ല, ഇയാൾ വന്നിട്ട് പോയതാ. ഈ കുശുമ്പൊക്കെ മാറണം, ഈ കുറുമ്പൊക്കെ മാറണം. മനസ്സിന് നന്മയുണ്ടോ? നന്മയാണ് ഉപദേശിച്ചത്, ഓവറായി പറഞ്ഞു ഇന്ത്യക്കുന്നുണ്ടായ സംഗതി അങ്ങനെയാണ്, പറയാൻ അധികാരമുള്ള ആൾ തന്നെയാണ്, എന്റെ സ്വന്തം ചോരയാണ്. സ്നേഹം കുറയരുത്, ബന്ധം വീണ്ടും കൂടുതലാകണം, നല്ല ബന്ധത്തോടെ കാര്യങ്ങൾ പറയണം. നിങ്ങൾ കണ്ടില്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ അബൂലഹബല്ലേ ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ വെച്ച് മുത്തുനബി തങ്ങളെ എതിർത്തത്, തരം താഴ്ന്ന വർത്തമാനം പറഞ്ഞത്. ഒരാളും അള്ളാഹുവിന്റെ ഹബീബിനോട് അങ്ങനത്തെ വർത്തമാനം പറഞ്ഞിട്ടില്ല. തബ്ബല്ലക ലിഹാദാ ദഅഉതനാ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ആദ്യമായി പ്രതികരിച്ചത് അബൂലഹബാണ്. വളരെ മോശപ്പെട്ട വാക്കാ പറഞ്ഞത്. തബ്ബല്ലക, നാശം പിടിച്ച വാക്കല്ലേ പറഞ്ഞത്, നാശത്തിന്റെ പ്രാർത്ഥനയല്ലേ പറഞ്ഞത്. അത് പകല് പറഞ്ഞിട്ടും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞാളെ വീട്ടിൽ കഴിഞ്ഞ് പോണ്ടാന്ന് തീരുമാനിച്ചോ? ഇല്ല. വൈകുന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആ വീട്ടിലേക്ക് പോയി. അബൂലഹബിന്റെ വാതിൽ മുട്ടി. അബൂലഹബ് വിചാരിച്ചു പകല് പറഞ്ഞ് തെറ്റായി പോയി എന്നുള്ളതിന് ക്ഷമാപണം നടത്താൻ വന്നതാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, നിങ്ങൾ എൻ്റെ മൂത്താപ്പയാണ്, നിങ്ങൾ ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന് കരുതിയിട്ടാ ഞാൻ വന്നത്. നേതാക്കൾക്കിടയിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് മടി തോന്നിയെങ്കിൽ രഹസ്യമായി സ്വകാര്യമായി വീട്ടിൽ വന്നിട്ട് നിങ്ങളെ ഒന്നുകൂടി പറഞ്ഞ കാര്യം ഒന്നുകൂടി ഉണർത്താമല്ലോ എന്ന് കരുതിയിട്ടാ വന്നത്. നിങ്ങൾ തൗഹീദിലേക്ക് വരണം, അള്ളാഹുവിനെ വിശ്വസിക്കണം, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അംഗീകരിക്കണം. നേതാക്കൾക്കിടയിൽ പരസ്യമായി പറയാൻ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഇവിടെ ഞാനും നിങ്ങളും അല്ലേ വീട്ടിലുള്ളൂ, ഇവിടെ വെച്ച് പറയാമല്ലോ. അത്തരത്തിലൊരു ശാപവാക്ക് പകല് പറഞ്ഞിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് വിഷയമാക്കിയിട്ടില്ല. തങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ പറഞ്ഞത്? അല്ലല്ലോ, തൗഹീദിലേക്ക് വിളിച്ചിട്ടല്ലേ അത്തരത്തിലുള്ള വാക്ക് പറഞ്ഞത്. അബൂലഹബ് ഒന്നുകൂടി കയർത്തു, ചൂടായിട്ട് പറഞ്ഞു, ലാ ഊമിനു ബിക ഹത്താ യൂമിന ബിക ഹാദൽ ജദിയൂ. 1 വയസ്സ് തികയാത്ത ആട്ടിൻകുട്ടിയെ കണ്ടില്ലേ, ഈ ആട്ടിൻകുട്ടി വിശ്വസിക്കുന്നത് വരെ നിന്നെ ഞാൻ വിശ്വസിക്കൂല. രോഷത്തോടുകൂടെ അബൂലഹബ് ഇങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദഅവത്ത് എളുപ്പമായി. അബൂലഹബിന് അറിയില്ലെങ്കിലും ആട്ടിൻകുട്ടിക്ക് തങ്ങൾക്കറിയാമല്ലോ. ആട്ടിൻകുട്ടിയോട് ചോദിച്ചു, ഞാൻ ആരാണ് എന്ന്. ആട്ടിൻകുട്ടി പറഞ്ഞു, അന്ത അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ അള്ളാഹുവിന്റെ അബ്ദാണ്, അള്ളാഹുവിന്റെ റസൂലുമാണ്. ആട്ടിൻകുട്ടി സമ്മതിച്ചാ സമ്മതിക്കണ്ടേ? അപ്പോഴും അബൂലഹബിന് ചൂടുകൂടിയിട്ട് അകത്ത് പോയിട്ടൊരു കത്തി എടുത്തു കൊണ്ടുവന്നിട്ട് അതിന്റെ 2 കൈയും പച്ചയായി മുറിച്ചു മാറ്റി. അതിലേക്കും കൂടി സൂചിപ്പിച്ചിട്ടാ അല്ലാഹു മറുപടി പറഞ്ഞത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അബൂലഹബിന്റെ കരങ്ങൾ നശിക്കട്ടെ. എന്റെ മുത്തുനബിയെ വിശ്വസിച്ച ഒരു ആട്ടിൻകുട്ടിയുടെ 2 കൈകളല്ലേ ഛേദിച്ചു മാറ്റിയത്. അവന്റെ കരങ്ങൾ നശിക്കട്ടെ, നശിച്ചിരിക്കുന്നു. അല്ലാഹു തആല പ്രതികരിച്ചപ്പോ കൈകൾ എന്ന് എടുത്തു പറഞ്ഞതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു നിമിത്തമുണ്ടെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ വിഷയം അതല്ല. അബൂലഹബിന്റെ വീട്ടില് പകല് പറഞ്ഞ വിഷയം അത്തരത്തിൽ അബൂലഹബ് എതിർത്തിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പോയി പറഞ്ഞില്ലേ, അബൂലഹബിന്റെ ആഖിറത്തിന്റെ മോചനം ഉദ്ദേശിച്ചിട്ടാണ്. സഹോദരങ്ങളെ, ഇങ്ങോട്ട് നമ്മളെ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് നല്ലത് പറഞ്ഞു തരുന്ന നമ്മുടെ സ്വന്തം സഹോദരനോട് നമ്മൾ വെറുക്കേണ്ടതില്ല. അറിവില്ലായ്മ മൂലം എന്തെങ്കിലും അബദ്ധങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചെങ്കിൽ മാപ്പ് കൊടുത്തിട്ട് ബന്ധം പുലർത്തലാണ് ഏറ്റവും നല്ല ബന്ധം. കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം
യൂസുഫ് നബി അലൈഹിസ്സലാമിനെ 16-ാമത്തെ വയസ്സിൽ സ്വന്തം ബാപ്പാന്റെ അടുത്തുനിന്ന് പൊക്കിക്കൊണ്ടുപോയവര്, കളിക്കാനെന്നും പറഞ്ഞ കാരണം പറഞ്ഞു കൊണ്ടുപോയ 10 സഹോദരങ്ങൾ കൊണ്ടുപോയി ചേട്ടന്മാര് വലിച്ചെറിഞ്ഞത് കിണറ്റിലല്ലേ? സഹോദരങ്ങളെ, ആ സംഭവം കഴിഞ്ഞിട്ട് പല മാർഗങ്ങളിലൂടെയും യൂസുഫ് നബി അലൈഹിസ്സലാം ജീവിച്ചില്ലേ? കൊട്ടാരത്തിൽ ജീവിച്ചു, 35 വർഷക്കാലം ജയിലിൽ ജീവിച്ചു, വീണ്ടും കൊട്ടാരത്തിലേക്ക് വന്നു. സാമ്പത്തിക വകുപ്പ് രാജാവ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചു, പിന്നീട് ഭരണവകുപ്പും ഏൽപ്പിച്ചു. ആ ഭരണവകുപ്പിൽ ഇങ്ങനെ വിരാജിക്കുമ്പോഴല്ലേ സ്വന്തം ചേട്ടന്മാര് വീട്ടിലേക്ക് റേഷൻ വാങ്ങാൻ വേണ്ടി വന്നത്. പരിസര പ്രദേശങ്ങളിൽ വരൾച്ച ബാധിച്ചപ്പോ 10 സഹോദരങ്ങൾ ചാക്കുമായി സഞ്ചിയുമായി വന്നു നിൽക്കുന്നത് കണ്ടപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ വന്നൊരു സ്നേഹം, സുബ്ഹാനല്ലാഹ്, വല്ലാത്ത സ്നേഹം തന്നെ. വജാഅ ഇഖ്വതു യൂസുഫ ഫദഖലൂ അലൈഹി വഹും ലഹു മുൻകിറൂൻ. അവർക്ക് യൂസുഫ് നബിയെ പരിചയമില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അവരെ മനസ്സിലായി. വലമ്മാ ജഹസഹും, അതേ അവര് വീട്ടിലേക്ക് പോകാൻ ഒരുക്ക് സാധനങ്ങളൊക്കെ റെഡിയാക്കി ചാക്ക് കെട്ടിയപ്പോൾ അവിടെയുള്ള ചെറുപ്പക്കാരോട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇജഅലൂ ബിളാഅതഹും ഫീ റിഹാലിഹിം ലഅല്ലഹും യഅരിഫൂനഹാ ഇദൻഖലബൂ ഇലാ അഹ്ലിഹിം ലഅല്ലഹും യർജിഊൻ. അവര് കൊണ്ടുവന്ന കാശില്ലേ, അതവരെ സഞ്ചിയിൽ തന്നെ ഇട്ടേക്കൂ. രാജാവിന്റെ ചെലവിലായി അവർക്ക് കൊടുത്ത റേഷൻ. നല്ല വൈരാഗ്യം തോന്നിയോ? ജയിലൊക്കെ അപ്പുറത്തുണ്ട്. ആ 10 പേരെയും ഒരുമിച്ച് കിട്ടിയ നേരമാണ്, ഒന്ന് പിടിച്ചിട്ടാലോ എന്ന് കരുതിയോ? പ്രതികരണം നോക്ക് നിങ്ങൾ. ഇത് പറയുമ്പോൾ ചിലപ്പം പലരുടെയും മനസ്സ് വായിക്കണ്ടോ, അത് നബി ആയതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്. പിന്നെ ആരെ മാതൃക വേണ്ടത്? ശൈത്താന്റെ മാതൃക. നബിമാരി ഔലിയാക്കളെയും മാതൃക അല്ലാതെ പിന്നെ ആരെ മാതൃക മുഅ്മിനീങ്ങൾക്ക് വേണ്ടത്? അവരെ മാതൃകയാക്കാനല്ലേ ഖുർആൻ അത് പഠിപ്പിച്ചത്. സൗജന്യ റേഷൻ കൊടുത്തു സഹോദരങ്ങളെ. രക്തബന്ധത്തിന്റെ വിലയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം കാണിച്ചത്. ചിലര് പറയും ബന്ധമൊക്കെ ബന്ധം, രക്തബന്ധമൊക്കെ ബന്ധം, സ്നേഹബന്ധമൊക്കെ ബന്ധം, പക്ഷേ സമ്പത്ത് തൊട്ടിട്ട് ബന്ധമല്ല എന്ന് പറയും. ഓ, അത് ചീഞ്ഞ ബന്ധം. ജേട്ടനൊക്കെ ജേട്ടൻ, അതിലൊക്കെ അതിര്, അത് തൊട്ട് കളിക്കാൻ പാടില്ല. അങ്ങനല്ല. ജ്യേഷ്ഠനും അനുജനും സഹോദരനും കുടുംബക്കാകുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യാനുള്ളതാണ് ഈ സമ്പത്ത് എന്ന് പറഞ്ഞത്. അതിനുള്ളതാണത്. കൊടുത്തിട്ട് നമ്മൾ കൊടുത്തു, ഒരു 10-40,000 ഉറുപ്യ കടം കൊടുത്തു, ആവശ്യം വന്നപ്പോൾ കൊടുത്താണ്. പിന്നെ മൂപ്പരത്ത് ഇങ്ങോട്ട് തരാനില്ല. സ്നേഹബന്ധം നല്ല നിൽക്കാണ്, നമ്മളെന്താ പറയണ്ടത്? അത് വേണ്ട, ഞാൻ എനിക്ക് സംഭാവനയായിട്ട് തന്നിരിക്കുന്നു. അങ്ങനെ പറയാരെങ്കിലും? ഞാനത് എനിക്ക് തന്നതാണ്, സ്വതക്കായിട്ട് കൂട്ടിക്കും, ഇങ്ങോട്ട് തരണം എന്നുള്ളവർക്കുള്ള വിഷമം, കടണ്ടല്ലോ എന്നുള്ള വിഷമമൊന്നും വേണ്ട. എന്തൊരു വിശാല മനസ്സാണത്. ആ കൊടുത്ത 40,000-ന്റെ പേരിൽ അല്ലാഹു തആല കൊടുക്കുന്ന ഒരു സുഖവും സൗന്ദര്യവും എത്രയാണ് സഹോദരങ്ങളെ. ഈ 10 സഹോദരങ്ങളും വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അവർ വന്നപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, നിങ്ങൾ വാപ്പാക്ക് 10 ആള് മാത്രമാണ് ഉള്ളത്? അല്ല, ഞങ്ങൾ 10 ആള് മാത്രമല്ല ഉള്ളത്, പിന്നെ ഞങ്ങൾക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ ആളെ കാണാതായിപ്പോയി. ആളായി ചോദിക്കുന്നവർക്കറിയില്ല, കാണാതായിപ്പോയി. പിന്നെ ആ സഹോദരൻ്റെ ഒരു സഹോദരൻ കൂടി ഉണ്ട്, വീട്ടിലുണ്ട്. നിങ്ങൾ അടുത്ത വരെ വരുമ്പോൾ റേഷനൊക്കെ തരണമെങ്കിൽ ആ സഹോദരനെയും കുട്ടി വരണം. വരൂലേ? ആ വരും. അപ്പോൾ 11 ആൾക്കുള്ള കൊണ്ടുപോകാലോ. ആ ശരി, കൊണ്ടുവരാം. ബാപ്പാനോട് ഞങ്ങൾ പറഞ്ഞു നോക്കട്ടെ. വീട്ടിൽ പോയി ഇവർ കെട്ടയിച്ച് നോക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഉപ്പാനോട് എന്താ പറഞ്ഞത്? രാജാവ് നല്ല രാജാവാന്നുള്ള തെളിവെന്താ പറഞ്ഞത്? ഹാദിഹി ബിലാത്തുനാ റുദ്ദത് ഇലൈനാ. നോക്ക്, നമ്മൾ കൊണ്ടുപോയ ആ വസ്തുക്കളുടെ വില, ഈ റേഷനുള്ള സംഖ്യ ഒന്നാകെ ഇങ്ങോട്ട് തിരിച്ചു തന്നിട്ടുണ്ട്. നല്ല രാജാവാണ് രാജാവ്. സ്നേഹം ഉണ്ടായിട്ടില്ലെങ്കിൽ തിരിച്ചെന്ന് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കണ്ടോ? നല്ല രാജാവാണ്. അതുകൊണ്ട് സഹോദരനെ വിട്ടുതരണം. ഈ സംഖ്യ കൂടി ഇനിയും ഈ സംഖ്യ കൊണ്ടുപോയിട്ട് വാങ്ങാലോ. അപ്പൊ നമുക്ക് ഏറെ റേഷൻ വാങ്ങാൻ പറ്റും. നിങ്ങൾ വാപ്പ വിട്ടുതരണം. ആ ബാപ്പയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ആ ബാപ്പ അപ്പയും മക്കളെ വിശ്വാസത്തിലെടുത്തു, അല്ലേ? ഇന്ന് ബാപ്പാര് ഒരിക്കൽ സമ്പത്തിന്റെ ഒരു വിഷയം മക്കളിൽ നിന്ന് പറ്റിപ്പോയാൽ പറയും, ആ ഒരിക്കൽ ഒരു ചതി നിന്നോട് എനിക്ക് പറ്റിയിട്ടുണ്ട്, ഇനി ആ മരിക്കും വരെ അത് പറ്റൂല, മരിക്കും വരെ അതില്ല, വിശ്വസിക്കൂല. അങ്ങനെ പറയരുത്. വിശ്വാസത്തിൽ എടുത്തിട്ടല്ലേ ആ മക്കളോട് പറഞ്ഞത്.
നിങ്ങൾക്ക് ഞാൻ വിട്ടുതരും. നിങ്ങളെല്ലാവരും 10 ആളും കൂടി എൻ്റെ കൈ പിടിച്ചിട്ട് പറയണം, എന്തെങ്കിലും ആപത്ത് വന്നാൽ പിന്നെ എല്ലാവരും പോകും. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരും. വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ എല്ലാവരും കൈ പിടിച്ച് പറയും. എല്ലാവരും പറഞ്ഞപ്പോൾ അല്ലാഹു അലാ മാ നഖൂലു വക്കീൽ, നമ്മൾ ഈ പറഞ്ഞതിൻ്റെ പേരിൽ അല്ലാഹു തആലാനെ ഏൽപ്പിച്ച് നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. കണ്ടോ, ഒരിക്കൽ എനിക്ക് അബദ്ധം പറ്റിയിട്ട് നീ ഞങ്ങളെ വിശ്വസിക്കൂലെന്നല്ല, പിന്നെയും വിശ്വാസത്തിൽ എടുത്തിട്ടല്ലേ ആ മക്കളെ കൂടെ വാപ്പ താമസിച്ചത്. ഇന്നങ്ങനെ ആൾക്കാർ പറയാം. എന്നോടൊരാൾ പറഞ്ഞു, ഉസ്താദേ ഒരിക്കൽ മോൻ്റെ അടുത്ത് കാശ് കൊടുത്തു. എന്തിന്? ഒരു കച്ചവടം നടത്താൻ. അവൻ അതിനേക്കാളും വലിയ കടാക്കി വന്നു. ഇപ്പോൾ അങ്ങനെ നാട്ടിൽ ഈസ്റ്റ് വെസ്റ്റ് ആയിട്ട് നടക്കണം. ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞതല്ലേ, കിഴക്കോടും പടിഞ്ഞാട്ടും അങ്ങനെ നടക്കന്നെ. വേറെന്താ പണി? കടലിട്ടിയ കടലും തിന്നും, വേറൊരു പണിയില്ല. തെക്കും വടക്കും അങ്ങനെ നടക്കന്നെ, പടിഞ്ഞാറും തെക്കുമായിട്ട് വേറൊരു പണിയില്ല. അവനങ്ങനെ നടക്കുന്നുണ്ട്, ഒരു പണിയില്ല, ഒരു ജോലിയിൽ ഏൽപ്പിക്കാനും തോന്നണില്ല. ഒരിക്കൽ അബദ്ധം സംഭവിച്ചാണ്, ഇനി എന്നിൽ നിന്ന് സംഭവിക്കൂല. അവൻ അങ്ങനെ നടന്നാലും കുഴപ്പമില്ല, മരണം വരെ അങ്ങനെ പോയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. നിങ്ങളെ മകന് പുരോഗതിപ്പെട്ട് നല്ലൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ആഗ്രഹിക്കുന്നുണ്ട്. ഒരബദ്ധം തുടക്കത്തിൽ സംഭവിച്ചെഴുതിയിട്ട് എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നുണ്ടോ? ഇല്ലല്ലോ. വിശ്വാസത്തിലെടുത്ത് ഉപദേശിച്ച് കൂടെ ഒരാളും കൂടി നിർത്തിക്കൊടുത്ത് ആളെ നന്നാക്കണം, നല്ല ജീവിതം കൊടുക്കണം, നല്ല സെറ്റപ്പ് കൊടുക്കണം. എല്ലാ കാലത്തും അയാൾ മോശമാകട്ടെ എന്ന് കരുതി അങ്ങക്കല്ലേ നഷ്ടം? നിങ്ങളെ മോനല്ലേ ആ നഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ഒരു പ്രതിരോധ ചിന്ത, ഒരു പ്രതിലോമ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറി വരിക. അത് ഈ ബന്ധം തകർക്കാൻ പിശാച് ചെയ്യുന്നൊരു പണിയും കൂടിയാണ്. അവൻ ഏറ്റവും നല്ല പണിയാണ്. നല്ല അടുപ്പുള്ള ഭാര്യയും ഭർത്താവാണെങ്കിൽ ഇതെങ്ങനെങ്കിലും ഒന്ന് പിരിയാൻ വേണ്ടി നോക്കും. നല്ല സ്നേഹത്തോടെ നടക്കുന്ന മക്കളും ബാപ്പയാണെങ്കിൽ ഇവിടെ എങ്ങനെങ്കിലും ഒന്ന് പിരിയാൻ വേണ്ടി നോക്കും. അതവൻ്റെ ഒരു സ്വഭാവമാണ്. ഏതെങ്കിലും ചാൻസ് കിട്ടിയാൽ ആ ചാൻസ് ഉപയോഗപ്പെടുത്തും. ഈ 10 മക്കളെയും വിശ്വാസത്തിലെടുത്തിട്ട് വാപ്പ സഹോദരനെ പറഞ്ഞേക്കുന്നു, മകനെ ബിന്യാമീനെ വിട്ടുകൊടുക്കുന്നു. പക്ഷേ ആ മക്കളോട് സ്നേഹത്തിന്റെ കുറവുണ്ടോ? ഇല്ല. നേരത്തെ എൻ്റെ യൂസുഫിനെ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി എന്നതുകൊണ്ട് ഈ മക്കളോട് ബന്ധത്തിനും സ്നേഹത്തിനും കുറവുണ്ടോ? ഇല്ല. രണ്ടാമത് 11 മക്കളും പോകുമ്പോ ഉപ്പാന്റെ പറച്ചിൽ കണ്ടില്ലേ നിങ്ങൾ? ഉപ്പ മക്കളോട് പറയുന്ന സ്നേഹത്തിന്റെ ഉപദേശം കേട്ടില്ലേ? യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖാ. മക്കളെ, ആ കൊട്ടാരത്തിന് വ്യത്യസ്ത കവാടങ്ങളുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഓരോന്നിലൂടെ പോയിക്കോളി. ഒക്കെ ഒരേ സാദൃശ്യമാണ്. നോക്കിയാൽ 10 ആളും കൂടി ഒറ്റ കവാടത്തിലൂടെ കടക്കരുത്. കാരണം കാണുന്ന ഏതെങ്കിലും ഒരാള് അവന്റെ കറാമത്തിന്റെ കണ്ണോട് ചിലപ്പം പറയും, ഇപ്പൊ 11 ഒരു പറയുന്ന അപ്പൊ എത്ര റേഷൻ കൊണ്ടുപോകല്, പിന്നെ കൊണ്ടുപോകാനും കഴിയൂല, കുട്ടികൾക്ക് വരാനും കഴിയില്ല, ചിലപ്പോൾ നടക്കാനും കഴിയൂല. അങ്ങനെ ഉണ്ടല്ലോ ഒരു വലി അല്ലേ? ആ വലിയുണ്ട്, പലർക്കും പരിചയം ഉണ്ടാവില്ല. ആന്ന് പറഞ്ഞിട്ട് വേഗം ആ വലി, ഒരു നിയമത്ത് കാണുന്ന സമയത്തുള്ള ഒരു അജബിന്റെ വലി, അത് വേണ്ട അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ ചിലര് പറയും, ഇപ്പൊ 11 പറയുന്ന നോക്കി, ഒക്കെ ഒരേ മോഡൽ, ഒക്കെ ഒരേ വാപ്പാന്റെ മക്കളാ തോന്നുന്നുണ്ട്. കണ്ടാ അങ്ങനെ തോന്നും. നിങ്ങൾ വ്യത്യസ്ത കവാടങ്ങളിലൂടെ കടക്കണം. ആ ഉപ്പാന്റെ ഒരു സ്നേഹം നോക്ക് നിങ്ങൾ. ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. വ്യത്യസ്ത ഗേറ്റിലൂടെ കടക്കണം കൊട്ടാരത്തിലേക്ക്. ഒരേ വാതിലൂടെ എല്ലാവരും കടക്കരുത്. അങ്ങനെയും കൂടി സ്നേഹോപദേശം കൊടുത്തിട്ട് ആ മക്കളെ വിടുന്നത്. മക്കൾ പോയി രണ്ടാമത്തെ റേഷൻ വാങ്ങി തിരിച്ചു വരുന്ന സമയത്ത് 1-2-3 ആളുകൾ അവിടെ തന്നെ നിന്നു. ഞങ്ങൾ പോരുന്നില്ല, ഇനി വാപ്പാന് മുഖം കാണാൻ കഴിയൂല. ബിന്യാമീനാണെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാം സഹോദരനാന്നും പറഞ്ഞ് ഇവിടെ നിർത്തി പരിചയപ്പെടുത്തി കൊടുത്തു. പേടിക്കണ്ട, ഇന്നി അന അഖൂക ഫലാ തബ്തയിസ് ബിമാ കാനൂ യഫ്അലൂൻ. അവർ ചെയ്തതിൻ്റെ പേരിലൊരു വിഷമം വേണ്ട, ഞാൻ സഹോദരൻ യൂസുഫാണ്, കുറേ കാലം മുമ്പ് കണ്ടതാ, നമ്മൾ കണ്ടിട്ടിപ്പോൾ വർഷങ്ങൾ കുറേ ആയില്ലേ, യൂസുഫാണ് ഞാൻ. നിന്നെ ഇവിടെ നിർത്താനുള്ള ചില കൗശലങ്ങളൊക്കെ ഞാൻ ചെയ്യും, സങ്കടപ്പെടരുത്, നമുക്ക് ഒരുമിച്ച് ഇവിടെ നിൽക്കാം. ഇത് രണ്ടും ഒരു ബാപ്പക്കും ഒരു ഉമ്മക്കുള്ള, ഉമ്മയും ബാപ്പയും ഒത്ത സഹോദരങ്ങളാണ് യൂസുഫ് നബി അലൈഹി സ്വലാമും ബിന്യാമീനും. ബാക്കിയുള്ള 10 ബാപ്പൊത്തതാണ്, ഉമ്മൊത്തതല്ല. ഉമ്മ വേറെ. ബാപ്പി ഉമ്മയൊത്തത് ഒരേ ബാപ്പക്കും ഉമ്മക്കാവുമ്പോൾ ബന്ധം കൂടുതലുണ്ടാകുമല്ലോ. ആ നിലക്ക് അവിടെ നിർത്തി. ഇവര് വീട്ടിൽ പോയിട്ട് എന്ത് പറയും? അവര് പറയാനുള്ള പറച്ചില് ബാപ്പാനോട് പറഞ്ഞു, ഉപ്പാ നിങ്ങളെ മകൻ കളവ് കേസിൽ അവിടെ കുടുങ്ങിയിട്ടുണ്ട്, മോഷണ കേസിൽ കൊട്ടാരത്തിൽ പിടിക്കപ്പെട്ടു പോയിട്ടുണ്ട്, വന്നിട്ടില്ല. അപ്പോഴും ഉപ്പ പറഞ്ഞ മറുപടി എന്താണ്? ബൽ സവ്വലത്തുലക്കും അൻഫുസുകുൻ അംറാ ഫസബ്റുൻ ജമീൽ. നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ തോന്നിയത് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെയ്തു. ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ നല്ല ക്ഷമ സ്വീകരിക്കുകയാണ്. അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ. അവരെല്ലാവരെയും അല്ലാഹു തആല എനിക്ക് നൽകും.
അള്ളാഹു എനിക്ക് തരാതിരിക്കില്ല, അവരെല്ലാവരെയും അള്ളാഹു എനിക്ക് തരും. എന്നിട്ടും വീട്ടിലുള്ള മക്കളോട് മൂന്നാമതും പറഞ്ഞു, മക്കളെ നിങ്ങൾ പോകണം, എന്നിട്ട് യൂസുഫ് നബിയെയും സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ മിസ്റിലേക്ക് പോകണം, എവിടെയാണോ ഉള്ളത് പോയി അന്വേഷിക്കണം. മൂന്നാമത്തെ വരവിലാണ് ഇവരെല്ലാവരും വന്ന് റേഷൻ വാങ്ങാൻ വേണ്ടി വന്നപ്പോ വേണ്ട അത്ര കാശ് അവരെ കയ്യിലില്ല, കയ്യിലുള്ളത് തന്നെ പഴകിയതാണ്. പലരും പറഞ്ഞു അസീസ് രാജാവിനോട്, ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ്, വരൾച്ചയിലാണ്, ഞങ്ങളിതാ ആരും പെട്ടെന്ന് എടുക്കാത്ത നാണയങ്ങളുമായിട്ടാ വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം വേണം, ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുപോകണം, നിങ്ങൾ ഞങ്ങൾക്ക് ധർമ്മം തരണം എന്ന രീതിയിൽ അവർ ഉപദേശിച്ചപ്പോ, അവർ പറഞ്ഞപ്പോ 10 ആളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, ഹൽ അലിംതും മാ ഫഅൽതും ബിയൂസുഫ വഅഖീഹി ഇദ് അൻതും ജാഹിലൂൻ. വിവരമില്ലാത്ത കാലത്ത് നിങ്ങൾ എന്നെയും എൻ്റെ സഹോദരനെയും ചെയ്തത്, യൂസുഫിനെയും യൂസുഫിന്റെ സഹോദരനെയും ചെയ്തത് ഓർമ്മയുണ്ടോ? അവർ ചോദിച്ചു, ഇന്നക ലഅന്ത യൂസുഫ്, നിങ്ങളാണോ ആ യൂസുഫ്? ഞങ്ങളന്ന് കൊട്ടാരത്തിൽ ബാപ്പയുടെ സവിധത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് കൊല്ലണമോ വേണ്ടേ എന്നുള്ള തീരുമാനം 2 പക്ഷമായി നിന്നപ്പോ, അതേ സഹോദരൻ മൂത്ത ആള് പറഞ്ഞു കൊല്ലണ്ട, കിണറ്റിലേക്ക് വലിച്ചെറിയാമെന്ന്. ആ തീരുമാനപ്രകാരം കിണറ്റിൽ കൊണ്ടുപോയിട്ട് യൂസുഫ് നിങ്ങളാണോ? അന യൂസുഫ് വഹാദാ അഖീ, ഞാനാണ് യൂസുഫ്, ഇതെന്റെ സഹോദരൻ ബിന്യാമീനാണ്. അവര് പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി, ബാപ്പയോട് ഞങ്ങൾ എത്രയോ കള്ളം പറഞ്ഞു പോയി, നിങ്ങളെ വിഷയത്തിൽ എന്തൊക്കെയോ ഞങ്ങൾ തീരുമാനിച്ചു പോയി, അതുകൊണ്ട് ലാ തസ്രീബ അലൈക്കുമുൽ ലൗം, തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറഞ്ഞ സമയത്ത് നിങ്ങൾ പേടിക്കണ്ട, ഞാനിവിടെ ജയിലിലിട്ട് നിങ്ങളെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല, നിങ്ങളോടൊരു പ്രതികാരവും എനിക്ക് തീർക്കാനില്ല. യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരും, അല്ല നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അല്ലാഹു അർഹമുർ റാഹിമീനാണല്ലോ, എല്ലാവർക്കും കാരുണ്യം വിശാലമായ അർത്ഥത്തിൽ ചെയ്യുന്നവനല്ലേ. 10 സഹോദരങ്ങൾക്കും മാപ്പ് ചെയ്തു കൊടുത്തുകയാണ്. സ്വന്തം ബാപ്പയെ ഉമ്മയെ കാണാൻ കഴിയാതെ പലപ്പോഴും സഹോദരങ്ങളെ പൊട്ടക്കിണറ്റിന്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട്, പിന്നെ അടിമച്ചന്തയിൽ താമസിച്ചിട്ട്, കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞിട്ട്, ജയിലിലും താമസിച്ചിട്ട് വർഷങ്ങൾ എണ്ണി നീങ്ങിയില്ലേ. അവരോട് ചോദിച്ചു, ഉപ്പാന്റെ ഹാലെന്താണ്? ഉപ്പാക്ക് വല്ലാത്ത ക്ഷീണമാണ്, കാഴ്ചക്ക് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. കുപ്പായം മൂരിക്കൊടുത്തുകൊണ്ട് ഉപ്പാന്റെ മുഖത്ത് കൊണ്ടുപോയിട്ടിട്ട് കുടുംബങ്ങൾ മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇവിടെ താമസിക്കാം. യൂസുഫ് നബി അലൈഹിസ്സലാം ആ സഹോദരങ്ങൾക്ക് മാപ്പ് നൽകി. അവരതാ വീട്ടിൽ പോയിട്ട് ബാപ്പാനോട് പറഞ്ഞു, ഉപ്പാ, യൂസുഫ് നബിയെയും സഹോദരനെയും ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളോട് ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതീൻ. അബദ്ധം ചെയ്തിട്ട് തിരുത്താൻ വരുന്ന മക്കളെ ബാപ്പമാരെ ആട്ടിയോടിക്കരുത്, ഉമ്മമാരെ ആട്ടിയോടിക്കരുത്. പൊരുത്തം ചോദിച്ച് വരുമ്പോ പഴയകാലത്തെ നഷ്ടം ആലോചിച്ചിട്ട് പഴയകാലത്തെ കഥ പറഞ്ഞിട്ട് പിന്നെയും അവരെ വിഷമത്തിലാക്കരുത്. മാപ്പ് തരണം ബാപ്പാ, അബദ്ധങ്ങൾ ഒരുപാട് ചെയ്തു പോയി. നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരൂല എന്നല്ല ബാപ്പ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് ഒരു സമയം ദ്വാരക്കാൻ വേണ്ടി ഞാൻ നിശ്ചയിക്കുന്നുണ്ട്. സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി. ഇതുപോലത്തൊരു വെള്ളിയാഴ്ച രാവ്, ഇതുപോലത്തൊരു വെള്ളിയാഴ്ച രാവ് അത്തായത്തിന്റെ നേരത്ത് എഴുന്നേറ്റ് ആ ഉപ്പ ദുആ ചെയ്തു, അള്ളാഹുവിനോട് കെഞ്ചി ചോദിച്ചു, എൻ്റെ മക്കൾക്ക് നീ മാപ്പ് കൊടുക്കണേ അല്ലാ, അബദ്ധങ്ങളാണ് അവരിൽ നിന്ന് സംഭവിച്ചത്, മാപ്പ് കൊടുക്കണം, അവരെ നന്നാക്കണം. ബാപ്പ ദ്വാരക്കുമ്പോൾ പിന്നിൽ നിന്ന് മക്കളൊക്കെ ആമീൻ 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 എന്ന് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കൂ. ആ 10 മക്കളും ഈ 2 മാപ്പും കിട്ടിയ ശേഷം ജീവിതം നന്നാക്കിയിട്ട് ഔലിയാക്കളെ കൂട്ടത്തിൽപ്പെട്ടിട്ടാണ് അവർ മരിച്ചുപോയത്. മാപ്പിന്റെ സൗന്ദര്യം ഇത്രയും വലുതാണ്. സ്വന്തം മക്കൾക്ക് ബാപ്പമാര് മാപ്പ് കൊടുക്കണം, ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും മാപ്പ് കൊടുക്കണം. എന്തെങ്കിലും ഒന്ന് സംഭവിച്ച സംഭവം എപ്പോഴും ഉണ്ടോ മനസ്സിൽ ഇങ്ങനെ മായാതെ? യാസീനെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഫുള്ള് ഓതാൻ കിട്ടിയോളന്നില്ല, പക്ഷെ അത് ചോദിച്ചാൽ അതിൻ്റെ കറക്റ്റ് പറഞ്ഞൊരു ഒരു അർഫ് മാറ്റം ഉണ്ടാവില്ല.
അപ്പൊ കേൾക്കുന്ന ആൾ പറയും ഭയങ്കര ഓർമ്മശക്തിയാണ്, 92 ഓർമ്മശക്തി ആയതുകൊണ്ടല്ല, അത് മനസ്സിന്റെ കുടിലമായ അവസ്ഥ കൊണ്ടാണ്. ആ ഓർമ്മശക്തിക്ക് ഏറ്റവും ഓർമ്മ വരേണ്ടത് ആയത്തു ഹദീസല്ല, അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ആ യാസീൻ തന്നെ ഓർമ്മ ഉണ്ടാവില്ല, ചിലപ്പോൾ അലന്തറ കൈഫ് തന്നെ ഓർമ്മ ഉണ്ടാകൂല. പക്ഷെ ഇത് കറക്റ്റ് ഓർമ്മയാണ്. അതിനാ അത് വിട്ടേക്കണം എന്ന് പറഞ്ഞത്. മാപ്പ് കൊടുത്തു, ഒരു ശിക്ഷ എടുത്തില്ല. സ്വന്തം ബാപ്പയായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ യൂസുഫ് നബി അലൈഹിസ്സലാം കാണുന്നത് നോക്ക്, നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കി, 80 വർഷത്തിന് ശേഷമാണ്. 1-2 അല്ല, 80 വർഷത്തിന് ശേഷം. എന്നിട്ടും ആ സഹോദരങ്ങൾക്ക് മാപ്പ് കൊടുത്തില്ലേ? അവർക്ക് സൗജന്യ റേഷൻ കൊടുത്തില്ലേ? 70 ആളുകളാണ് കുടുംബസമേതം വരുന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നത് 70 ആളുകളാണ് കൊട്ടാരത്തിലേക്ക് വരുന്നത്. അവിടെ പോയി സ്വീകരിച്ചവരെ കൂട്ടിക്കൊണ്ടുവന്നു. ഇത്രയും മക്കൾക്ക് മാപ്പ് കൊടുത്തിട്ട് ബന്ധം നന്നാക്കിയ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല ആ മക്കളെ നല്ല അവസ്ഥയിൽ കണ്ടിട്ട് ജീവിക്കാൻ അള്ളാഹ് വീണ്ടും ആയുസ് കൊടുത്തു, 25 കൊല്ലം കൂടി. നമ്മൾ പഠിക്കേണ്ട പാടാണിത്. ആ മക്കൾക്ക് മാപ്പ് കൊടുത്തിട്ട് അത്താഴത്തിന്റെ നേരത്തെ മക്കളെ നന്നാക്കണേ അല്ലാ. അവരെന്നോട് പറഞ്ഞ കളവാണ്, ശരിയാ, നിന്നോടും ഒരുപാട് അബദ്ധങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, പുറത്തു കൊടുക്കണം എന്റെ മക്കൾക്ക്. അല്ലാഹുവിനോട് കെഞ്ചി ദുആ ചെയ്തപ്പോ ആ ദുആ അല്ലാഹു സ്വീകരിച്ച് ആ മക്കളെ മുഴുവനും സ്വാലിഹീങ്ങളിൽ അല്ലാഹു പെടുത്തിയിട്ട് അത് കണ്ട് ആസ്വദിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തു. കൊട്ടാരത്തിൽ 25 വർഷം മക്കളോടൊപ്പം ബാപ്പ താമസിച്ചു. പേരക്കുട്ടികളും മൊത്തം നാട്ടിൽ നിന്ന് വന്നത് 70 പേരാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം സന്തോഷത്തോടെ ജീവിച്ചുപോയി.